സിയം വലിയുള്ളാന്റെ പേരിൽ എത്രയോ ഉദ്ധരണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ അല്ലാഹു തആല ആദ്യമായി പഠിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആദ്യത്തെ മുവഹ്ഹിദ് മുഅ്മിൻ നബി തങ്ങളാണ്. സൃഷ്ടികളിൽ ആദ്യമായി അല്ലാഹുവിനെ പുകഴ്ത്തിയത് മുത്തുനബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അപ്പുറം ഒരാളില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കവച്ചു വെക്കുന്ന ഒരാൾ വേറെ ഇല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയാണ് നബി തങ്ങൾ. അതുകൊണ്ട് തന്നെ ഇമാം ഹലബിയെ പോലുള്ളവർ പറയുന്നു, അയിമത്ത് പലരും പറയുന്നു, ആദം നബി അലൈഹിസ്സലാം മനുഷ്യകുലത്തിന്റെ ഉപ്പയാണെങ്കിൽ മുത്തുനബി തങ്ങൾ മനുഷ്യകുലത്തിന്റെ വലിയുപ്പയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി. ആദ്യത്തെ സൃഷ്ടി റസൂലുള്ളാഹി തങ്ങളാണ്. ആദ്യത്തെ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എവിടുന്നാണ് ഈ വരുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? ലോകം എല്ലാ ലോകത്തേക്കും വാനലോകത്തും ഭൂമിയുടെ അന്തർഭാഗത്തിലും ലോകത്ത് മുഴുവനുമുള്ള വിവരങ്ങൾ ഒരേ ടൈമിൽ അറിയാൻ അല്ലാഹു കഴിവ് കൊടുത്തവരാണ് സിയം വലിയുള്ളാഹി. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി വാനലോകത്തേക്ക് കണ്ണുനട്ട് കിടക്കുന്നു. ഖാദിറിനോട് പറയാനിത് പറഞ്ഞപ്പോ, ഖാദിർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ കഴിവുള്ളവർ ഇരുന്നേ ഇരിപ്പില്ലേൾ ആകാശം കണ്ടോവർ ഏറുമാലക്കൂത്തിരി രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പിൽ ഏഴാകാശത്തെ വിവരം പറയാൻ കഴിയും. ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാണാൻ കഴിയും. അങ്ങനെ നോക്കി പറഞ്ഞിരുന്ന ആളാണ് സിയം വലിയുള്ളാഹി. അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇത് പറഞ്ഞപ്പോൾ ഖാദിർ മുസ്ലിയാര് പറയുന്നു, അത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാ അബ്ദുൽ ഖാദിർ? അത് ഞാനും കണ്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത്. പക്ഷേ അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. വൈലത്തൂർ പാപ്പ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം, അതും നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് കഴിവില്ല. നമ്മളെ വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അഭേദ്യമായ ബന്ധമായിരുന്നു. മരിക്കുന്ന ആ ദിവസം ഓരോ മധു പ്രസംഗിച്ച് പുരേ പോയി. അങ്ങനെ അസുഖം വന്നപ്പോൾ പുരേന്ന് സിയം വലിയുള്ള എന്ന് പറഞ്ഞാൽ മരിച്ചത്. ആ സമയത്ത് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും. സിയം വലിയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലിയ എന്നുള്ള അർത്ഥത്തിന് അള്ളാഹനല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അത് വൈലത്തൂർ പാപ്പ വിശദീകരിക്കണം. ഞാൻ മുകളിലേക്ക് പോയപ്പോ ബെല്ലടിച്ചു. ചെന്നപ്പോ അവർക്ക് എന്തോ ഒരു വിഷമുണ്ട്. അപ്പൊ അവിടുന്ന് പറയുന്നത് സിയം 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്രേ. അവിടുത്തെ ഭാര്യ സയ്യിദ അവറുകൾ പറയുന്നു, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സിയം 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 ചെറിയ വാക്കല്ല അത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നതരായ മഹാന്മാരുടെ പേര് മറിഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. ഏറ്റവും വലിയ വിജയമാണ്. സിയം വിശദീകരിക്കണം എന്നല്ലാതെ സിയം വലിയുള്ള പറഞ്ഞു 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 എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ. മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ശൈഖുന. എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് പാടുന്നതും കേൾക്കുന്നതൊക്കെ. മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ്. ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദസി മടവൂര് സിദ്റപ്പുവേ സിദ്റത്തുൽ മുൻതഹ കടന്നവൻ. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് കേൾക്കാൻ പ്രയാസമുള്ള വാക്കുകൾ. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് സിയം വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട സിയം വലിയുള്ള പറഞ്ഞതാ. അതിന്നും മൗലിദൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേശർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ പൈസ ഇവിടെ. പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സിയം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലിയരെ വേഷമാണ് സിയമിനുള്ളത്. നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ കുപ്പായ അയച്ചു അവിടെ വന്നു. തുണി അയച്ചു, തലയെക്കെട്ട് വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ
ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ, അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനോട് ഖസം ചെയ്താൽ പടച്ചറബേ ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ട് ആളുകളെ പ്രസംഗം ഞാൻ കേട്ടു. അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ്. അതിൽ പറയുന്ന വിഷയം, മഹാനായ സി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹു ഒരു സ്ഥലത്ത് ഇന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി, ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ പിടിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം. അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും. സുന്നത്ത് ജമാഅത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. ബുദ്ധി മറന്നു പോയ ചില ആളുകൾ ചില സമയത്ത് അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്ന് പറയാം, അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഖലാഉൽ മജാനി എന്ന് പറയും. ഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അതുകൊണ്ട് തന്നെ ഇന്നുള്ള എല്ലാ ഇന്നൊരു മൂലയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ലോകത്തൊന്നായിട്ടെത്തുന്ന കാലമാണ്. വളരെ സൂക്ഷിക്കണം. സി വലിയുല്ലാഹി ഏതോ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനത്തെ കറാമത്തുകൾ പറയുന്നതിന് യാതൊരു തകരാറുമില്ല. ഹോട്ടൽ കത്തിയിട്ടുണ്ടോ ഇല്ല അത് വേറെ കാര്യം. ഞാൻ 1-2 ആളുകളിൽ നിന്ന് അത് കത്തി എന്ന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അവർക്കത് സഹിഹായ റിവായത്തിലൂടെ കിട്ടിയതാണോ അല്ലേ? സഹിഹായ റിവായത്തിലൂടെ കിട്ടിയതല്ലാത്തതും കറാമത്തിന്റെ രംഗത്ത് പറയുന്നതിന് യാതൊരു തകരാറുമില്ല എന്നതാണ് സത്യം. ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ്. മഹാന്മാരിൽ പലതരക്കാരുണ്ട്. മഹാന്മാരിൽ ബുദ്ധി മറിഞ്ഞുപോയ ചില ആളുകളുണ്ട്. ചില സമയത്ത് അവരുടെ ബുദ്ധി മറിഞ്ഞിരിക്കും. അവർക്ക് അഹ്ലുൽ ഗൈബത്ത് എന്നാ പറയാം, അവർക്ക് മജ്ദൂബ് എന്ന് പറയും, ഖലാഉൽ മജാനി എന്ന് പറയും. ഖലാഉൽ മജാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ. അത്തരം ആളുകൾ അവരുടെ ബുദ്ധി മറിഞ്ഞുപോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല. സി വലിയുള്ള പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് പറയാനും എന്നല്ലാതെ അതും സംശയവാസ്പദമാകുന്ന കാര്യങ്ങൾ പറയരുത്. എല്ലാ ഭാഷയും സിയമിനറിയും. മനുഷ്യഭാഷ, ജിന്നുകളുടെ ഭാഷ, പക്ഷികൾ, കാട്ടുജീവികൾ, മറ്റു ജീവികൾ, മരങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഭാഷ സിയമിനറിയുമായിരുന്നു. എത്രയാണ് കണക്കും കഴിയില്ല. സംശയം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് സംശയം, വഹാബികൾക്ക് സംശയമോ? എന്നെ പറ്റി അടുത്ത് ബാലുശ്ശേരി പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇയാൾ ഇന്ന് വരെ ഒരു പ്രസംഗം നടത്തിയത് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം തരാന്നാണ്. ഞാനേ റസൂലിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്ന് അല്ല, അള്ളാഹിനെ പറ്റിയും കുറേ പറഞ്ഞിണ്. നിരീശ്വരവാദികൾക്ക് സംശയമോ, ട്രോളാൻ ഉദ്ദേശിക്കുന്നവർക്ക് സംശയമോ? അത് തീർക്കാൻ ഇസ്ലാമിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വിവരം കെട്ട വിവരദോഷത്തരങ്ങളെ അത് ഇസ്ലാമിന്റെ പേരിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിന്റെ ഏകത്വത്തിനും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ പറഞ്ഞ ദീനുൽ ഇസ്ലാമിനും വിരുദ്ധമായി കൊണ്ട് താങ്കളെ പോലെയുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിവരക്കേടുകൾ അത് തിരുത്തുക തന്നെ ചെയ്യും. അത് ട്രോളാണെങ്കിൽ ട്രോള്, യുക്തിവാദമാണെങ്കിൽ യുക്തിവാദം, വഹാബിസമാണെങ്കിൽ വഹാബിസം, ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. നിങ്ങളുടെ കുബൂരിസം ഇവിടെ വില പോകില്ല പകരാസനീ. സാധനം നമുക്ക് കേൾക്കാം. മൂപ്പര് കുറച്ചും കൂടി പറയട്ടെ. കഴിയില്ല എന്ന് പറഞ്ഞാൽ ട്രോളുന്നതിനെ തൊട്ട് നിർത്താൻ കഴിയില്ല, മറുപടി അറിയാൻ കഴിയില്ല എന്നല്ല, മറുപടി എല്ലാത്തിനും മറുപടി അറിയാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഇതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും മറുപടി അറിയാൻ കഴിയും. എന്നാ പറഞ്ഞ പകരാശനെ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരു ആയത്തോതുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസ് എന്നൊക്കെ നിങ്ങൾ പറയലുണ്ടല്ലോ, എത്ര കണക്കിന് നിങ്ങളെത്തുണ്ടെങ്കിലും വരില്ല. ഒരു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഒരു ഹദീസ് മരിച്ച പടപ്പോലോടായാലും വേണ്ടിയില്ല, ജീവിച്ചിരിക്കുന്ന പടപ്പോലോടായാലും വേണ്ടിയില്ല, പറയേണ്ടിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് വന്നിട്ട് പറഞ്ഞു എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് സുന്നത്താണ്. പറഞ്ഞോളിയും. പിന്നെ വാറോലിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് തോട്ടി കണ്ടിട്ടും പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ്, അവിടെ ആയത്ത് എന്തായാലും നിങ്ങൾക്ക് ഇല്ലയെന്ന് നമുക്കറിയാം. പിന്നെ ഹദീസ് വാറോല സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ആസാറു സ്വഹാബ അത് വാറോലയും കൊണ്ട് വന്നാലും അതിനൊക്കെ ഇത് സീറയിൽ നിന്നൊക്കെ എടുത്തും കൊണ്ട് സൈഫിൻ്റെ ഫുത്തുവും കൂടി വന്നു കഴിഞ്ഞാൽ ഫുത്തുവും സൈഫും നിങ്ങളും കൂടി മണ്ടുകൂടുന്നു. കണ്ടം തെരഞ്ഞോടും, കണ്ടത്തിൽ കൂടി മണ്ടാനെ. പറഞ്ഞോളി. തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ. പാപ്പന് പൊരുത്തം സഹായം നോട്ടിട്ടാണ് പാപ്പ. ഈ മജീസ് കബൂലാക്കണേ പാപ്പ. ഞങ്ങളെ മോമിനികളെ കൂട്ടി പെടുത്തണേ പാപ്പ. ആക്കിപ്പത്ത് നന്നാക്കി തന്നെ പാപ്പ, ആക്കിപ്പത്ത് നന്നാക്കണേ പാപ്പ. നമ്മളെ കബറിനെ വിശാലമാക്കി തന്നെ പാപ്പ.
അർശിന്റെ അല്ലാഹുവിനെ പാപ്പ റയ്യാനത്തെന്ന സ്വർഗ്ഗം നൽകണേ പാപ്പ സ്വലാത്ത് പല സ്വലാമത്വാക്കിട്ട് പാപ്പ അബ്ദുൽ ഖൗസർ എന്ന വെള്ളം കുടിക്കാൻ തൗഫീഖ് പാപ്പ റയ്യാനത്തെന്ന സ്വർഗ്ഗം നൽകണേ പാപ്പ ഞങ്ങളെല്ലാ ഹമിലും കബൂലാക്കണേ പാപ്പ. ലക്ഷക്കണക്കിന് ഹദീസ് എന്നൊക്കെ നിങ്ങൾ പറയലുണ്ടല്ലോ, എത്ര കണക്കിന് നിങ്ങൾ എത്തുണ്ടെങ്കിലും വരില്ല. ഒരു ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ ഒരു ഹദീസ് ജബ്ബാർ മസ്താൻ ഉപ്പാപ്പ നോട്ടങ്ങൾ കാണിച്ചു കൊടുക്കണം ഉപ്പാപ്പ, കാണിച്ചു കൊടുക്കണം ഉപ്പാപ്പ, കൈവിടല്ല ഉപ്പാപ്പ. ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാണ് ഉപ്പാപ്പ. രാത്രിയും പകലും നല്ലോണം അധ്വാനിക്കുന്നവരുണ്ട് ഉപ്പാപ്പ. ഉപ്പാപ്പനെ പരിശ്രമിക്കുന്നവരുണ്ട് ഉപ്പാപ്പ. നോട്ടം എപ്പോഴും എല്ലാ ദിവസവും എല്ലാ സമയവും ഉപ്പാപ്പ ഓരോന്ന് കൈവിടല്ല റഹ്മാനെ, കൈവിടല്ല ഉപ്പാപ്പ. നോട്ടം അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരു ആയത്തോതുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. ഇനി കാണാത്തവൻ കേൾക്കാത്തവൻ സനദില്ലാത്തവൻ എന്നൊന്നും പറഞ്ഞു നടക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എൻ്റെ അടുത്ത് കയറുണ്ട് ഒക്കെ കൂടി നിങ്ങളെ എടുത്ത് കാണ്ടി വരാനോ ഒന്നുമില്ല, എല്ലാത്തിനും കൂടി നിങ്ങളെ എടുത്ത് കാണ്ടി വരണം. അപ്പോൾ ആ ഒരു തെളിവ് ഒന്ന് തെളിയിച്ചുകൊണ്ടോ സാധുക്കളെ പറ്റിക്കണ്ടല്ലോ, അതല്ലാത്തവരെ വിളിച്ച് തേടിക്കോളി എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ സങ്കടവും പറയുന്ന ഒരു ഏരിയയാണ് അഷ്റഖ് എന്ന ഖസീദ. അതിൽ കുറേ സങ്കടം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്. ആ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് ടൈമില്ല. ചൊല്ലുമ്പോൾ ഓരോന്നിൻ്റെയും കൂടെ നമ്മുടെ മനസ്സിലെ വേവലാദികളും ദുഃഖങ്ങളും ഓരോന്നോരായി കൊണ്ടുവരെ. യാ നബി സലാം പർച്ചോനെ പകർസാൻ്റെ വാളിൽ മുത്തുനബിയെ തങ്ങൾ പലതും ചെയ്തത് കേൾക്കുന്നു. ഞാൻ കടക്കാരനാണ്, പരിഹാരം വേണം. എനിക്ക് തഖ്വയില്ല, തഖ്വ തരണം. എനിക്ക് സ്വലാഹില്ല, സ്വലാഹ് തരണം. ഇമാൻ പൂർത്തിയാക്കി തരണം തുടങ്ങിയ വേവലാദികൾ കൈ കാണിച്ച് നബിയോട് പറ. ഒരു തെറ്റില്ല. മുത്തുനബിയിലേക്ക് കൈ കാണിക്കുന്നത് ഹറാമാണെന്നോ കറാത്താണെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആരോ പടച്ചുണ്ടാക്കിയതാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. നബി തങ്ങളോട് ഏത് സങ്കടവും പറയാം, കൈ കാണിക്കാം, ദുഃഖങ്ങൾ പറയാം, ഏതും ഉച്ചത്തിൽ പറയാം, മെല്ലെ പറയാം. മുത്തുനബിൻ്റെ ഖബർ ഷരീഫിൻ്റെ അടുത്താവുമ്പോൾ ഉറക്കെ പറയരുത്, കരുതി കൂട്ടി ഉറക്കെ ആക്കരുത് മാത്രം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. അവിടുന്ന് സങ്കടപ്പെട്ട് പറയാം, ഒച്ചത്തിൽ അവിടെ പറയരുത്. അത് മറ്റൊരു കൽപ്പനയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സങ്കടങ്ങൾ പറയാ. അബ്ദുക്കൽ മിസ്കീൻ നബിയെ, അവിടുത്തെ പാവപ്പെട്ട അടിമ, ഇർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, അവിടുത്തെ വലിയ ധർമ്മം പ്രതീക്ഷിച്ചിതാ നിൽക്കുന്ന നബിയെ, എന്നെ രക്ഷിക്കണം നബിയെ, എനിക്ക് കൈ തരണം നബിയെ. അള്ളാഹുവിൻ്റെ റസൂലോ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. സാദാ സീതാ റിയാക്ടിങ്ങിൽ അത് പൊളിച്ചടുക്കി കയ്യിലായിട്ട് കൊടുത്തു തരും. ഇൻഷാ അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കാനും അത് വിളിച്ചു പറയാനും ഈ ഖുറാഫിത്തരവും കുബൂരിത്തരവും അത് തോട്ടിക്കളയാനും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അള്ളാഹു ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിലേക്ക് നൽകട്ടെ എന്നാണ് പറയാനുള്ളത്. കയ്യിൽ വേദന ഉണ്ടെങ്കിൽ ബദരീങ്ങളെ പേര് എഴുതിയാൽ മതി. നിയ്യത്ത് വെച്ച് ഒന്നും ചെയ്ത് കൈവേദന മാറാൻ ബദരീങ്ങളെ പേര് എഴുതിയാൽ സുഖമുണ്ടാവും. ഇവിടെ പുതിയ സുലൈമാൻ മൂലയിലുണ്ടായിരുന്നു. വിഷമിക്കുന്ന ആളുകൾ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും എടുത്താണ് കൊടുക്കും, അത് സ്വർണ്ണാവും. അയിലക്കാട് പാപ്പുണ്ടായിരുന്നു. പാവങ്ങൾ വന്ന് കുട്ടികളെ കെട്ടിക്കണ വിഷമൊക്കെ പറഞ്ഞാൽ മരത്തിൻ്റെ ഇലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കും. അത് കൈ കൊടുത്തുകൊണ്ട് വിറ്റോ വാങ്ങിക്കോ, സ്വർണ്ണാണേക്കാൻ. ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് സ്വർണ്ണാക്കി കൊടുക്കാനുള്ള കറാമത്ത് അല്ലാഹു അവർ കൊടുത്തു. ഒരാൾക്ക് കുട്ടി ജനിച്ചു. ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ജീലാനി ഞങ്ങൾ എത്തുണ്ട്. ഞാൻ ഒരു ആൺകുട്ടിയെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് പെൺകുട്ടിയായി പോയി പാപ്പ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിക്കോ. അതിൻ്റെ അതിൻ്റെ മുണ്ടൊക്കെ അങ്ങനെ ഇട്ട ആ ഭാഗത്തു നിന്നൊക്കെ മുണ്ടൊക്കെ നേരെ കിട്ടുകൊടുത്ത് പോയിക്കോ, അത് ആൺകുട്ടി തന്നെയാണ്. പരിച്ച് നോക്കും, ജനിച്ച പെൺകുട്ടി അവിടെ വീട്ടിലെത്തിയപ്പോൾ ആൺകുട്ടിയായിരിക്കുന്നു. എത്ര 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 സംഭവങ്ങളാണല്ലോ ജീലാനി പാപ്പാനും. അത് ഒന്നും രണ്ട് സംഭവം അപ്പുറത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അത് അനുഭവമുണ്ട്, കിതാബുകളിൽ കാണാവുന്നുണ്ട്. അതുപോലെ തന്നെ തെരിയും കൊപ്പന്റെ നാട്ടിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. നമ്മളാട്ടേത് അറിയില്ലല്ലോ. ഒരു ദിവസം അമ്പുറത്തുനിന്ന് ഹൗദിൽ നിന്ന് വെള്ളമെടുത്ത് ഒഴിക്കുകയാണ് ഉപ്പ. ഈ ഒഴിക്കുന്നത് കണ്ട് ഇവർ രാജാണ് എവിടേക്ക് ഒഴിക്കുന്നത്. അത് യമനിൽ തീ പിടിച്ചിട്ടുണ്ട്. യമനിക്ക് ഇവിടുന്ന് വെള്ളം ഒഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ തീ അണഞ്ഞുപോയി. തിരുപ്പാപ്പ പറയാണ്, ഏതോ ഭാഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഷെയ്ഖുനെ അമളിലേക്ക് തിരിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഏത് ഭാഷ സംസാരിച്ചത്? അത് ഞാൻ ഇന്ന ഭാഷയാണ് സംസാരിച്ചത്. ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ ആ രാഷ്ട്രത്തിലായിരുന്നു, അവരുമായി സംസാരിക്കുകയായിരുന്നു, അവിടെയുള്ള ചിലരുമായുള്ള സംസാരത്തിലായിരുന്നു. അപ്പോൾ ഷെയ്ഖുന് അവിടെയുണ്ട് ഒരു ബോഡി, ഇവിടെയുണ്ട്, അല്ലെങ്കിൽ രണ്ടോടത്ത് ഒരു ബോഡി തന്നെ. അന്നും ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊന്നും സംശയമായിട്ട് യാതൊരു കാര്യമില്ല. അവരെ വഴിക്ക് അവർ പോകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തുനിന്ന് പിരിയുന്നത് വരെ സുബഹിയിൽ ഖുതുബോദി എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. ആ നബി തങ്ങൾ വഫാത്ത് വരെ ചെയ്തതായ സുബഹിയിലെ ഖുതുബ അത് വ്യഭിചരിക്കുന്നതിനേക്കാൾ കള്ളു കുടിക്കുന്നതിനേക്കാൾ ഗൗരവമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച നീ ഇസ്ലാമിലുള്ളവനാണോ?